പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് മാത്രം, അതായത് സിമ്പിൾ ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ. നമ്മുടെ ഒരു വിഷയത്തിലേക്ക്, ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ. അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷെ വലിയ സാക്ഷ്യമാണത് കേൾക്കുമ്പോൾ. അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ്. വരുമാന മാർഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും. അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയണത്. ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും, ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് സുവിശേഷവിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി, അവർക്ക് മാത്രമല്ല അവർ നേടിയെടുത്ത അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത്, വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. അത് ഇച്ചിരി കഥകൾ. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. നിങ്ങൾ ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും, ചിലവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും? അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ്, ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അപ്പോഴേ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഇപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്നവർക്ക് പറയാം. കാര്യം അവർ യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത്. കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും. എഡ്യൂക്കേഷന് അങ്ങനെ ഗുണമുണ്ട് ദോഷമുണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ, ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും. എന്തിൻ്റെ? വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട് വരും. ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും, ഒരു
വില്ലനും ഉണ്ടാകും. അപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത് പലപ്പോഴും വിശ്വാസമായിരിക്കും. അതിൻ്റെ വില്ലനായിട്ട് വരുന്നത് ആരായിരിക്കും? യുക്തിയായിരിക്കും. ഇനി യുക്തിയെ നമ്മളെങ്ങനെയായിട്ട് മലത്തിയടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത്. കാര്യം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കത്തില്ല. സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സഹസഞ്ചാരമാണ്, യുക്തിയും വിശ്വാസവും ഒരുമിച്ചാണ് പോണത്. പക്ഷെ ചില മേഖലയിൽ വന്നു കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ എന്ന് എൻ്റെ അർത്ഥം. യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും. വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക്. പക്ഷേ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് വിഷയം. യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചില വിഷയങ്ങൾ യുക്തിയാതീതമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിലൊരു മായയുണ്ട്, ഒരു സുശീലയുണ്ട്. നാട്ടുകാരാണ്, ചേർത്തലക്കാരാണ് ഇവർ. അപ്പോൾ സുശീലയുടെ മകളാണ് ഈ മായ. മായയെ ഒരു അവളുടെ ഏജൻസി പറ്റിച്ചു എന്നാണ് പ്രശ്നം. ഈ കേസ് സ്റ്റഡി പോണത് ഇങ്ങനെയാണ്, ആ സാക്ഷ്യം പോണത് ഇങ്ങനെയാണ്. മായയെ ഏജൻസി 5 ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല. ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി. ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത്. അവരാണെങ്കിൽ അത് കാരണം എന്ത് പറ്റുമെന്ന്, ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോവും. ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം പകുതിയോടും ഈ വിസ തന്ന ആൾ അവർക്ക് പൈസ കിട്ടിയില്ലല്ലോ. ഏജൻസിക്ക് പൈസ കിട്ടി, ഏജൻസി മുങ്ങിയല്ലോ. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാൻ കാരണം ഇവരെ വെച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു. അത് പക്ഷേ ഏജൻറ്റ് കഫീലിന് കൊടുത്തില്ല. അതാണ് പ്രശ്നം. വിസ ഡോണറിന് കൊടുത്തില്ല. ജീവിതം നരകതുല്യമായിപ്പോയി. എന്താ? ജോലിയേ ഇല്ല. ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫീൽ പോകും. പിന്നെ ഇവർ തമ്മിൽ അവസാനം ഇത് പറഞ്ഞ് തർക്കമായി, വഴക്കായി, സങ്കടമായി, നിലവിളിയായി. പണി ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിൽ പൈസ അയക്കാൻ പറ്റണില്ല, ചിലവിന് പൈസ തികയുന്നില്ല. അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ എന്തുമാത്രമാണെന്നറിയോ? അവരെല്ലാവരും, നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് അതായത് ഒരു 60% പേര് ഇവിടെ കേരളത്തിൽ ജീവിച്ചതിനേക്കാൾ മോശമായിട്ട് അവിടെ ജീവിക്കണം. അവിടെ ചെന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം രാവിലെ 3 ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും. 5 മണി വെളുപ്പിന് 5 മണിക്ക് തന്നെ ആൾക്കാർ വരും. ഞാൻ 2 മണി വരെ കാണും. അപ്പോൾ ഞാൻ തളർന്നു പോകും. കാര്യം ധ്യാനമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ധ്യാനം തുടങ്ങിയാൽ 10 മണിക്കാണ് തീരണത്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം നിങ്ങളങ്ങനെയുള്ള സങ്കടത്തിൽപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒന്ന് ശക്തമായി ദൈവതിരുസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന യേശുവേ. വിദേശ രാജ്യങ്ങളിൽ പല കാരണങ്ങൾ മൂലം പോയി മക്കളെ ആരാധനയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി മക്കളുടെ വിഷയങ്ങളിലെല്ലാം വേഗം ഇടപെട്ട് ഓടി വന്ന് ഈ അൾത്താരിൽ സാക്ഷ്യം പറയുവാൻ മക്കൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോൾ ഇവൾക്ക് ഈ മായയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത്. അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ, അവൾക്കാണെങ്കിൽ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കഫീൽ പോവും, ഭക്ഷണം കഴിക്കണം, പിന്നെ കൂടാതെ അവൾക്ക് വാടക കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ്. പല പ്രശ്നങ്ങളാണ് അങ്ങനെ. അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും, അമ്മയുടെ അനിയത്തിയോടും പറയും. ആദ്യമൊക്കെ പറയത്തില്ല, പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ. പക്ഷെ അവരെന്ത് ചെയ്യാനാണ്? നാട്ടിൽ നിൽക്കണം, അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഒന്ന്, അവർക്ക് ഉടമ്പടി ചെയ്യാം. അതാണ് സംഭവം. ചിലർ എന്നോട് പറയും, ഞാനവിടെ ചെന്നപ്പോൾ എന്നൊക്കെ വിളിച്ച് അവർ പറഞ്ഞ വിമർശനം. ചിലർ പറഞ്ഞത്, അച്ഛൻ ഈ ജീവിത പ്രസംഗമാണ് എപ്പോഴും പറയണത്, മാതാവിനെ കുറിച്ചേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല, ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, രോഗമാണ്, എന്തൊക്കെ ഈശോടുത്ത് പറയണത് ആരാണ്? മാതാവല്ലേ. പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ? ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അഫ്ലുവൻ്റായിട്ട്. ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയണത് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ, ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും, അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണേ. ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല. ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം, ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചവരെ, ഞാനും ഇപ്പോൾ ഒരു ഷോജു എന്നും പറഞ്ഞൊരു ഷോജു, പിന്നെ ഒരു വത്സല, ഇവരാണ് എൻ്റെ അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ്. അപ്പം ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ, സ്ഥിതി എന്താണ്, ധ്യാനത്തിൻ്റെ സ്ഥിതി, ഇത് ധ്യാനം നന്നായിട്ട് വേണം പോകുന്നത്, അതോ ധ്യാനത്തിൻ്റെ അകത്ത് വല്ലതും കറക്ഷനുണ്ടോ, കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അപ്പോഴും മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗത്യമുള്ളവർ, ഈ ദൗത്യമുള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ, ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കൃപ, അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും, പക്ഷേ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും. നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്കെന്താ തോന്നേണ്ടത്? അനുകമ്പയാണ് തോന്നേണ്ടത്. എന്താണ്? അവർക്ക് കർത്താവിനെ ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നണം. നീ ദൈവത്തിൻ്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ, നിൻ്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി, നിൻ്റെ ഏത് മേഖലയായാലും ജനക്കൂട്ടമാണല്ലോ അത്, അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവന് അനുകമ്പ തോന്നണം. എന്താണ്? അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ, അവരെ അറിയിക്കാനുള്ള അവർ ഇടയില്ലാത്ത ആളുകളെപ്പോലല്ലേ, കർത്താവില്ലാത്ത ആൾക്കാരെ പോലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത്? അവർ ഓന്തുമാരുണ്ടല്ലോ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞാൽ, ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും, വിശ്വാസം മറന്നു പോകും. ജനക്കൂട്ടത്തെ കാണുമ്പോൾ വിശ്വാസം മറക്കണത് ആരാണ്? ബിസിനസ്സുകാരായിരിക്കും, ഒരു സംശയമില്ല. എന്താ കാര്യം? ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വസ്തു
മുസ്ലിം മേടിക്കത്തില്ല, ഹിന്ദു മേടിക്കത്തില്ല. കേരളത്തിൽ ജാതീയത ശക്തമല്ലേ? അപ്പം അതുകൊണ്ട് എന്നാ ശരി, എനിക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല, മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. എനിക്ക് മതമില്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരും മേടിക്കും. അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം ഇവിടെ ഉടമ്പടിയിൽ വെച്ച്. കർത്താവേ, ഇതെല്ലാം കടന്നു പോകുന്നതാണ്, കടന്നു പോകുന്നത് നീ മാത്രമാണ്. ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് ചോദിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന 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 ആരാധന. നീ വിശ്വാസം, നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം, മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം വെച്ചാൽ, ഈ പ്രഖ്യാപനം ആദ്യം നടത്തേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? തെരുവീതിയിലല്ല, സ്വന്തം വീട്ടിലാണ് നടത്തേണ്ടത്. വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ്? ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം. കാര്യം വിശ്വാസത്തിനെതിരായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകള്. അവളെ കേൾക്കും, അയ്യോ അവളെ കേൾക്കും, അവളെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷക്കാരനെ ചുണ്ടിൻ്റെ പേർക്ക് ചുണ്ടിൻ്റെ താഴെ പ്രത്യക്ഷ പ്രാർത്ഥന പിശാചുക്കളുണ്ട്. എന്താ കാര്യം? മകള് കേൾക്കും, അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പം തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് ഈശോ പറഞ്ഞ 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണമെന്ന്. അപ്പോൾ അവൾ കേട്ടാലും അവൻ കേട്ടാലും, അവന് പ്രാന്ത് കയറിയാലും പിശാച് കയറിയാലും ചാടിപ്പോയാലും നീ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. എവിടെയാണ്? ഒരുത്തൻ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആ, എന്താ കാര്യം? നീ ഇത് പറയാൻ ജെയ്സി എന്നും പറഞ്ഞൊരു മോളെ ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, അവളുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, ഉപ്പിലും വിശ്വാസമില്ല. അപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ, പക്ഷേ അമ്മ ഇവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണ് അവൻ MBA പാസ്സായതാണ്. പക്ഷെ അവിടെ MBA പാസ്സായെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോലും ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇൻറ്റേൺഷിപ്പിന് പോകണ മുമ്പ് അമ്മ പറഞ്ഞ്, എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ട്, നിന്നേക്കാൾ വെല്ലുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, അവരെടുക്കത്തുള്ളൂ, നമുക്ക് മെറിറ്റില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഉപ്പ് കൊണ്ടുപോയി ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ ഇടണമെന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഇടത്തില്ല. അയ്യോ ഇതൊക്കെ ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക, അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, ക്യാമറ ആയതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണവരെ ചില ആൾക്കാരെ ക്യാമറ കാണുമ്പോൾ കവാത്ത മറക്കുകയും. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇടിപ്പിക്കണ കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് മെറിറ്റില്ല, ഇത് നോട്ട് ബൈ മെറിറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഉടമ്പടി അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസിന്. പല നാട്ടുകാർക്ക് സീറ്റില്ല, അവന് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്പനി, വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞേ, എടാ മകനെ ഉടമ്പടി ഉപ്പുണ്ട്, നമുക്ക് കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അതൊക്കെ ശരിയാകുക, അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം, രാത്രി ഓഫീസ് അമ്മയുമായിട്ട് ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുക. എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് പോകുന്നു. പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ നമുക്കൊരവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് തോന്നണം, നമ്മൾ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. സുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം, നമ്മളെന്താ കർത്താവ് തുടങ്ങണം എങ്ങനെയാണ്? വിശ്വസിക്കുക, സുവിശേഷത്തിൽ അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക.
അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണമാണ് ഉപ്പിടുമ്പോൾ. ഉപ്പ് അവൻ പിന്നെ ഒരു ഗുണം ചെയ്തു, അവൻ അത്ര മോശക്കാരനല്ല. അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അവൻ ഇൻ്റർവ്യൂവിനാണെങ്കിലും വീട്ടിൽ എല്ലാ ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയെന്നല്ല എൻ്റെ പ്രഖ്യാപനം. നമ്മൾ വിശ്വസിക്കണത് എന്താ പ്രഖ്യാപിക്കണത്? എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. അതിനാണ് ഉപ്പ് ഇടണത്, വിശ്വാസപ്രമാണം ചെല്ലണത്. അപ്പോൾ ആ ജോലി അവന് കിട്ടി. അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം. പറഞ്ഞ മനസ്സിലായ കാര്യം, നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും, ഉടമ്പടി ചെയ്യാൻ വന്നു. അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് അന്യരാജ്യത്തു നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോവുകയാണവർ. അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത്, അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവൂരിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണമെന്ന് പറയും. എപ്പോഴാണ് ഞാൻ ചോദിക്കുക, എത്ര മണിക്കാണ് വന്നത്? 7 മണിക്ക്. അതാണ് നിങ്ങളുടെ വെളുപ്പിനെ. ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണമെന്ന് പറയും. ഇവിടെ വെറുതെ നടന്ന് വന്നതായിരിക്കും. അപ്പം ഞാൻ എത്ര മണിക്ക്? 7 മണിക്ക്. അപ്പോൾ വെളുപ്പിനെന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഈസിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഏറ്റവും വലിയ പ്രശ്നമേ. എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത്, ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്നറിയാമോ? ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ്? ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണതാണ് പാട്. അതിത്തിരി സമയമെടുക്കും. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ, സിൻസിയറാണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത്. എന്താണ്? എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകർ ചെയ്യിക്കണം. മൈ കവനൻറ്റ് മസ്റ്റ് ബി കൺകേർഡ് ബൈ ജീസസ്. അത് ദിവസങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെ കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന്. അത് അഭ്യാസം കാണിക്കാൻ ചെയ്തതല്ല, ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കിത് ഇത് ഫയർ ആകണത്. അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ ആരാധന ആരാധന. നിങ്ങളുടെ കൈകളെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. വിവിധ രോഗങ്ങളെ വലയുന്നവർ
രോഗാതുരമായ സ്ഥാനങ്ങളിൽ വലത് കൈ വെച്ചുകൊണ്ട് മരുന്നോ ലേപനമോ അല്ല, മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താൻ കഴിയുന്നതിന് ഉള്ള പരിധി നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എവിടെയാണ് വേദന, എവിടെയാണ് ഭാരം, വർഷങ്ങളായി ആയിരക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട ഈ വേദിയിൽ മാതാവ് നിൻ്റെ കൈകളെ ഇരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ കൈകൾ വെച്ചുകൊണ്ട് നിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ സ്വരവും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു മീഡിയമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെയാണ്. നിങ്ങൾ കൈവെക്കുമ്പോൾ ആ കൈവെക്കുന്നിടത്ത് അമ്മയുടെ കൈകൾ വെക്കുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടാകണം. എവിടെയാണ് രോഗം? മുതുകിന് രോഗമുള്ളവരുണ്ട്, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരുണ്ട്, കഴുത്തിന് രോഗമുള്ളവരുണ്ട്, ഉദരത്തിൽ രോഗമുള്ളവരുണ്ട്, കരളിന് രോഗമുള്ളവരുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ളവരുണ്ട്, ശിരസ് രോഗമുള്ളവരുണ്ട്, സർവാംഗം രോഗമുള്ളവരുണ്ട്. അവിടെ എല്ലാ ഇടങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് ഇട്ടുമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കോശങ്ങളിലെ രക്തധമനികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങളിലെ രക്തധമനികളിൽ സിസ്റ്റുള്ള ഇടങ്ങളിൽ, അതുപോലെ തന്നെ പിസ്റ്റുലുള്ള ഇടങ്ങളിൽ, പിസിഒടി ഉള്ള ഇടങ്ങളിൽ, മുഴകളുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രക്തം കട്ടപിടിച്ച അവസ്ഥകൾ യേശു ക്രിസ്തു നാമത്തിൽ മെൽട്ടായി പോകട്ടെ. മക്കളില്ലാത്തവർ, ബോധം മറഞ്ഞവർ, തളർന്ന് കിടക്കുന്നവർ, മരുന്ന് ഏൽക്കാത്തവർ, കിടപ്പിലായിപ്പോയിട്ടുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, വെള്ളം കുടിക്കാൻ പറ്റാത്തവർ, മൂത്രമറിയാതെ പോകുന്നവർ, രക്തമൊഴുകാതെ പോകുന്നവർ, സ്രാവങ്ങളുള്ളവർ, ചെവിന്ന് പഴുപ്പ് വരുന്നവർ, നിർത്താത്ത മൂക്കൊലിപ്പുള്ളവർ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, നടുവേദനകള്, കിഡ്നി വേദനകള്, സ്പോണ്ടിലോസിസ് അസുഖങ്ങള്, വളഞ്ഞ നടുവല്ലുകള്, തുളലുകള്, കുഴഞ്ഞ അസ്ഥികള്, ഓപ്പറേഷന് ശേഷം റോഡുകള് അകത്തായി പോയവര്, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞവര്, സിസേറിയൻ കാരണം ഇനി മക്കൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞവര്, മക്കളില്ലാത്ത ദമ്പതികള്, യേശുവിന്റെ നാമത്തില്, ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, മക്കൾ ഇല്ലാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവര്, മദ്യപാന ആസക്തികള്, മനോരോഗികള്, എപ്പിലെപ്സി രോഗികള്, അപസ്മാ രോഗങ്ങള്, വിട്ടുമാറാത്ത പനികള്, രോഗങ്ങള്, പീഡകള്, ആദികള്, വ്യാധികള്, അസമാധാനങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ, ജീവിത ഭാരങ്ങള്, ജീവിത പ്രാരാബ്ദങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത സങ്കടങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, വീടില്ലാത്തവര്, വീടിന് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്തവര്, സാമ്പത്തികമായ ബാധ്യതകളായി വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവര്, നടപടിയിൽ ഇരിക്കുന്നവര്, വിവാഹത്തിലെ ബന്ധം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നവര്,
കോടതി കേസ് കിടക്കുന്നവർ, അതുപോലെ തന്നെ കോടതിയിൽ അദാലത്തിന് വിളിച്ചിരിക്കുന്നവർ, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ തിരുസേനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ, തോന്നുമ്പോൾ തിരിച്ചു വരുന്ന മക്കൾ, അനുസരണ ഇല്ലാത്തവർ, തെറ്റായ പ്രണയത്തെ കുടുങ്ങിക്കൊണ്ട് കുടുംബത്തിന് നാശം വിതക്കുന്ന മക്കൾ, അന്ധമായ അവസ്ഥകളിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കത്തില്ല, മാതാപിതാക്കന്മാർ അന്വേഷിക്കത്തില്ല, മക്കളെ സഹോദരങ്ങൾ അന്വേഷിക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, കുടുംബത്തിൻ്റെ അസുര വിത്തുകൾ എന്ന് പറയുന്ന സന്തതികളെ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ രക്തം പതിക്കട്ടെ, പതിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. കൈകുപ്പി കർത്താവിനോട് സ്വകാര്യമായി പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൗനമായി പറയുക. കർത്താവിനോട് സ്വകാര്യമായി പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൗനമായി പറയുക. ആശീർവാദത്തിൻ്റെ സമയമാണ്. സാക്ഷ്യം പറയാൻ സാധിക്കും ഈ വിഷയത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കുക. ഈ സമയം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കുള്ളതെല്ലാം സന്തോഷത്തോടെ പോയി വിറ്റ്, അഥവാ സുവിശേഷ വചന പ്രകാരം ഞങ്ങളെ തന്നെ പരിത്യജിച്ച് നീയാകുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സത്യഹൃദയത്തോടെ നിന്റെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ, ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി ഉടമ്പടിയെ പുൽകുവാൻ, ആന്തരികമായ വിശുദ്ധീകരണം ഈശോയെ ഞങ്ങളുടെ ഓരോ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ.